നമസ്കാരം. ധനു സ്പേസ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ സീരീസിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് 215/2023 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത്. ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. LDC എക്സാം തയ്യാറെടുക്കും ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ. മൂന്നും നാലും സ്ഥാനത്ത് വരിക കാർബണിൻ്റെ ആർഗണും CO2 ആണ്. നെക്സ്റ്റ്, ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രമായ ഗ്രാൻഡ് ബാങ്ക്സിൽ വെച്ച് കൂടിക്കലരുന്ന രണ്ട് പ്രധാന ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ബി ആണ് ഗൾഫ് സ്ട്രീമും ലാബ്രഡോർ പ്രവാഹവും. ഉഷ്ണ ശീതജലമാണ്. ഗൾഫ് സ്ട്രീമും ലാബ്രഡോർ പ്രവാഹവുമാണ്. നെക്സ്റ്റ്, ഹെമിസ് ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന വന്യജീവി ഏതാണ്? ഹെമിസിൽ ഏത് ജീവിയാണ് വരുന്നത്? ഹെമിസിൽ വരുന്നത് നമ്മുടെ ആരെയാണ്? ഹിമപ്പുലിയാണ് വന്നേക്കുന്നത്. ഹെമിസിൽ ഹിമപ്പുലിയാണ് വന്നേക്കുന്നത്. കേന്ദ്ര കിഴങ്ങ് വർഗ്ഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല? കിഴങ്ങ് വർഗ്ഗ ഗവേഷണ കേന്ദ്രം അതെവിടെയാണ്? നമുക്ക് തിരുവനന്തപുരമാണത്. കിഴങ്ങ് വർഗ്ഗം തിരുവനന്തപുരമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നഗരം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ നമുക്ക് ആൻസർ എന്താണ് വേണ്ടത്? കൊച്ചിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ. എന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇനി, താഴേക്ക് ചരിഞ്ഞ് നേർരേഖാ ചോദന വക്രത്തിൻ്റെ മധ്യബിന്ദുവിലെ ഇലാസ്റ്റികത എന്തായിരിക്കണം? ഇലാസ്റ്റികത 1 നെക്സ്റ്റ് നോക്കാം. ഉൽപാദന സാധ്യതാ വക്രത്തിൻ്റെ ആകൃതി എന്താണ്? നമുക്കെന്താണ്? കോൺകേവ് ആണ് അതിൻ്റെ ആകൃതി അല്ലേ? നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ധനകാര്യ സ്ഥാപനം ഏതാണ്? ഉയർന്ന ധനകാര്യ സ്ഥാപനം RBI ഉണ്ട്, SBI ഉണ്ട്, IBRD ഉണ്ട്, IMF ഉണ്ട്. ഇതിൽ ഉയർന്ന ധനകാര്യ സ്ഥാപനം ഏതെന്ന് വരുന്നുണ്ട്? നമുക്ക് ആൻസർ എഴുതാം. RBI ആണ് സ്ഥാപനം. നെക്സ്റ്റ് വൺ,
സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എന്താണ്? ആൻസർ നമുക്ക് എന്തെഴുതാം? വില മെക്കാനിസം അല്ലേ? റെയർ ഫാക്ടേഴ്സാണ് വില മെക്കാനിസം. ഒരു വ്യക്തിയുടെ ഉപഭോഗം എപ്പോഴും എന്തായിരിക്കും? ഉപഭോഗം എത്രയായിരിക്കും? പോസിറ്റീവായിരിക്കും എപ്പോഴും അല്ലേ? ഒരേ ഒരു വാങ്ങൽക്കാരൻ മാത്രമുള്ള കമ്പോളം ഏതാണ്? ഒരേ ഒരു വാങ്ങൽക്കാരൻ മാത്രമുള്ള കമ്പോളത്തിൽ നിന്ന് വിളിക്കുക നമ്മൾ മോണോപ്സോണി എന്ന് വിളിക്കും. മോണോപ്സോണി എന്നാണ് ഇതിനെ അറിയപ്പെടുക. നെക്സ്റ്റ് വൺ, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതിയാണ്. 42ാം ഭേദഗതിയാണ്. ഇനി ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? രാജേന്ദ്ര പ്രസാദാണ്. ഭരണഘടനാ ഭേദഗതി വഴി സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത വർഷം ഏതാണ്? നമുക്ക് 78-നാണ് നീക്കം ചെയ്തത്. അടുത്തത്, ലോക്സഭയുടെ പ്രഥമ സ്പീക്കർ ആരാണ്? പ്രഥമ സ്പീക്കർ ആരാണ്? മൗലങ്കാർ, GV മൗലങ്കാറാണ്. പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കിയത് എന്നാണ്? 2019 ഡിസംബർ 11. പൗരത്വ ഭേദഗതി നിയമം 19 നടക്കുന്നത്. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം ഏതാണ്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ആൻസർ എന്താണ്? നമുക്ക് വരുമാന നികുതിയാണ്. നെക്സ്റ്റ് വൺ, ഭരണഘടനാ ഇതര സ്ഥാപനം തിരിച്ചറിയുക. ഇതിലേതാണ് ആൻസർ വരുന്നത്? നമുക്ക് നീതി ആയോഗാണ് ആൻസർ. നെക്സ്റ്റ് വൺ, നഗരപാലിക ആക്റ്റുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏതാണ്? നഗരപാലിക ആക്ട്. ആൻസർ എന്താണ് നമുക്ക് വരേണ്ടത്? 74 ആൻസർ. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ സംസ്ഥാന ഏത്? ആൻസർ നമുക്ക് ജസ്റ്റിസ് MM പരീത്-പിള്ള. ഓക്കെ. കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസ്സാക്കിയ വർഷം ഏതാണ്? ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസ്സാക്കിയ വർഷം എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താ ആൻസർ വരിക? 1969 ആൻസർ അല്ലേ? ഭൂപരിഷ്കരണം 69. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പു നൽകുന്ന മിനിമം തൊഴിൽ ദിനങ്ങൾ എത്രയുണ്ട്? എത്രയാണ് വരിക? 100 ദിവസമാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, കേരള സംസ്ഥാന തണ്ണീർത്തട നിയമം പാസ്സാക്കിയ വർഷം ഏതാണ്? 2008. തണ്ണീർത്തടം 2008. തണ്ണീർത്തടം 2008. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ച വർഷം ഏതാണ്? നമുക്കെന്താണ്? 2018. കോവിഡ് വകഭേദമായ ഒമിക്രോൺ വൈറസിന് ആ പേര് ലഭിച്ചത് ഇവിടെ നിന്നാണ്? ഗ്രീക്കിലെ 15ാമത്തെ അക്ഷരത്തിൽ നിന്നുമാണ് കോവിഡ്. ഓക്കെ. എന്താ ഡോപ്സൺ യൂണിറ്റ് അല്ലേ? ഡോപ്സൺ യൂണിറ്റ് എന്താണ്? അന്തരീക്ഷത്തിലെ ഓസോണിൻ്റെ കനം അളക്കുന്നതാണ് ഡോപ്സൺ യൂണിറ്റ്. ഓസോണിൻ്റെ കനം അളക്കുന്നതാണ് കനം, ഓസോൺ, ഡോപ്സൺ. ഓക്കെ. 2021 ലോക മണ്ണ് ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? മണ്ണിന് ലവണീകരണം തടയൂ, മണ്ണിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കൂ. ഉണ്ടോ? ലവണീകരണം തടയൂ അല്ലേ? സോൾട്ട് തടയൂ, ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കൂ എന്നാണ് 21 ലോക മണ്ണ് ദിനത്തിൽ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ അല്ലേ? സ്റ്റെറിലിറ്റി ഫാക്ടർ സ്റ്റെറിലിറ്റി എന്ന് പറയുമ്പോൾ അല്ലേ വന്ധ്യത ഏതാ വരുന്നത്? നമുക്ക് ആൻസർ എന്താണ്? ജീവകം E ആണ് ആൻസർ. ഇനിയുള്ളത്, താഴെ പറയുന്നവയിൽ മലേറിയയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? അതിൻ്റെ ഓപ്ഷൻ D ആണ് ആൻസർ. അതായത് പറയാം, മലേറിയയുടെ രോഗകാരി പ്ലാസ്മോഡിയം എന്ന സൂക്ഷ്മജീവിയാണ് പ്ലാസ്മോഡിയം വൈവാക്സ്. കൊതുകാണ് മലേറിയ രോഗത്തെ ഒരാളിൽ നിന്നും മറ്റാളിലേക്ക് പകർത്തുന്നത്. ബ്ലഡ് വഴി അതെങ്കിലും കൊതുക് കുത്തുമ്പോൾ അത് എടുത്തുകൊണ്ട് പോയി ഇപ്പുറത്ത് കൊടുക്കുന്നു. നെക്സ്റ്റ് വൺ, മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? മസ്തിഷ്കത്തിലെ വലിയ ഭാഗം അല്ലേ? ഏതാ വലിയ ഭാഗം? നമ്മുടെ സെറിബ്രമാണ് മസ്തിഷ്കത്തിലെ വലിയ ഭാഗം. ഇനിയുള്ളത്, അന്തർവാഹിനികളുടെ നിർമ്മാണം ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ് ആൻസർ? ആർക്കിമിഡീസ് തത്വം. വെള്ളം ഓർക്കുക. UV തരംഗം ഒരു ലോഹപ്രതലത്തിൽ വന്ന് പതിക്കുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്നില്ല എങ്കിൽ ഏത് തരംഗം പതിച്ചാലാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുക? ഏതാണ്? X തരംഗം ആണ്. താഴെ പറയുന്നവയിൽ നീളത്തിൻ്റെ ഏറ്റവും വലിയ യൂണിറ്റ് ഏതാണ്? പാർസെക്ക് ആണ്. ഒരു മോട്ടോർ ഉപയോഗിച്ച് 120 മീറ്റർ ആഴമുള്ള കിണറ്റിൽ നിന്നും 5 മിനിറ്റ് കൊണ്ട് 400 കിലോഗ്രാം ജലം പമ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ മോട്ടറിൻ്റെ പവർ എത്രയാണ്? അവിടെ G 10 മീറ്റർ/സെക്കൻഡ് ആണ്. എത്ര ആൻസർ വരുന്നുണ്ട്? 1600 വാട്ടാണ്. ഒരു ഏകാത്മ മിശ്രിത ഉദാഹരണം ഏതാണ്?
ഉത്തരം വരിക. ഏകാത്മക ഏതാണ്? നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഉപ്പു വെള്ളം. ഏകം. ഒരു വാതകത്തിന് ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഏതാണ്? അതിൻ്റെ മർദ്ദം കൂട്ടുക, അതുപോലെ ഊഷ്മാവ് കുറയ്ക്കുക. അനുകൂല സാഹചര്യം മർദ്ദം കൂട്ടിയിട്ട് ഊഷ്മാവ് കുറയ്ക്കുക എന്നാണ്. ഇതിന് ദ്രാവകം ആക്കാൻ മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക. സ്വർണ്ണാഭരണം, പഞ്ചസാര, ഉപ്പ് വെള്ളം എന്നിവ യഥാക്രമം ഏതെല്ലാം വിഭാഗങ്ങളിൽ ക്രമപ്പെടുത്തുക? സ്വർണ്ണാഭരണം എന്ത്, പഞ്ചസാര എന്ത്, ഉപ്പ് വെള്ളം എങ്ങനെയാണ് ക്രമീകരിക്കുക? മിശ്രിതം, സംയുക്തം, മിശ്രിതം എന്ന പേരിൽ എടുത്താം. മിശ്രിതം, നമ്മൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് വരുന്നത് നിത്യവും ഉപയോഗിക്കുന്ന സോപ്പിൽ 2ാം ഗ്രേഡ് സോപ്പിന് TFM ഡാഷിൽ കൂടുതലായിരിക്കും, 70%. ഉപലേന്ദു ചട്ടർജി എന്ന കേന്ദ്ര കഥാപാത്രം കടന്നു വരുന്ന TD രാമകൃഷ്ണൻ്റെ നോവൽ ഏതാണ്? നോവൽ ഏത് വരുന്നുണ്ട് നമുക്ക്? ആൽഫ എന്നാണ് പേര് അല്ലേ, ആൽഫ എന്നാണ് വന്നേക്കുന്നത്. TD രാമകൃഷ്ണൻ, ആൽഫ. നെക്സ്റ്റ്, ബ്രിഡ്ജ് ഔട്ട് എന്ന പദം താഴ്ത്തു നിൽക്കുന്നവയിൽ ഏത് കായിക മത്സരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ബ്രിഡ്ജ് ഔട്ട് എന്ന പദം ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുക? റെസ്ലിംഗ് ആണ് ബ്രിഡ്ജ് ഔട്ടിൻ്റെ. പണ്ഡിതനും തെയ്യം കലാകാരനുമായ രാമന് മണക്കാടൻ ഗുരുക്കൾ എന്ന ആചാരപ്പട്ടം നൽകി ആദരിച്ച തമ്പുരാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, ചിറക്കൽ തമ്പുരാൻ. സംഘകാല സാഹിത്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഇന്ധനങ്ങളിലെ അവസാന നിലയായ നെയ്തൽ നിലം സൂചിപ്പിക്കുന്നത് എന്താണ്? എന്താണ് സൂചിപ്പിക്കുക എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ആൻസർ കടലോര പ്രദേശം, നെയ്തൽ അല്ലേ, നെയ്തൽ കടലോര പ്രദേശം. ഗീതാഞ്ജലി ശ്രീക്ക് 2022 ബുക്കർ സമ്മാനം ലഭിച്ച ടോം ഓഫ് സാൻഡ് എന്ന കൃതി ഹിന്ദിയിലെ ഏത് നോവലിൻ്റെ പരിഭാഷയാണ്? ഗീതാഞ്ജലി ശ്രീക്ക്. ഇതിൻ്റെ പരിഭാഷ എന്ന് പറയുന്നത് നമ്മൾ റേത്ത് സമാധി. ഏതാണത്? റേത്ത് സമാധി. നെക്സ്റ്റ് നോക്കാം, നമുക്ക് മാത്സ് ആണ് അല്ലേ. ഇനിയിപ്പോൾ ആൻസർ പറഞ്ഞിട്ടൊരു കഥയില്ല. ഇംഗ്ലീഷ് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർഡ് ഈസ് റോങ്ലി സ്പെൽഡ്? സ്പെല്ലിങ്ങിൻ്റെ കഥയാണ് അവിടെ അല്ലേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് റോങ്ലി സ്പെൽഡ്? ഹിലേറിയസ് എന്നുണ്ട്, ഹിലേറിയസ് ഉണ്ട്, രണ്ടെണ്ണം അല്ലേ. സോവലി, സ്കോളർ. നോക്കാം ഏതാണ് വരിക? ഹിലേറിയസ്. ആൻസർ നമുക്ക് എന്താണ് കിട്ടുക? ബി ആണ്, റോങ്ലി സ്പെൽഡ് അല്ലേ. ഇത് ഹിലേറിയസ് ഒക്കെ ശരി. ഈച്ച് വൺ ഓഫ് യു ഡാഷ് സ്പെഷ്യൽ. ഈച്ച് വൺ ഓഫ് യു വരുമ്പോൾ എന്താണ് വരിക? ഈച്ച് വൺ ഓഫ് യു ഏതാണ്? ഈച്ച് വൺ ഓഫ് യു ഈ സ്പെഷ്യൽ അല്ലേ, സിംഗുലർ വന്ന് ഈച്ച് വൺ ഓഫ് യു ഈ സ്പെഷ്യൽ. ചൂസ് ദ ബെസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ്. എ ഡ്രീമി സ്റ്റേറ്റ്. സബ്സ്റ്റിറ്റ്യൂട്ട് എന്താണ് അതിൻ്റെ? എ ഡ്രീമി സ്റ്റേറ്റ് നമുക്ക് എന്ത് പറയാൻ പറ്റും? എന്ത് പറയാം? ഡെലീറിയസ് എന്ന് പറയാം. ഡ്രീമി സ്റ്റേറ്റ് ഡെലീറിയസ് ആണ്. ഷീ കാൺട്ട് ഡാഷ് ഹെർ ഹസ്ബൻഡ് എനി ലോങ്ങർ. ഷീ കാൺട്ട് ഡാഷ് ഹെർ ഹസ്ബൻഡ് എനി ലോങ്ങർ. പുട്ട് ഓൺ, പുട്ട് ഔട്ട്, പുട്ടപ്പ്, പുട്ടപ്പ് വിത്ത്. ഇതിലെന്താണ്? ഷീ കാൺട്ട് എന്താണ് വരിക നമുക്ക്? ഷീ കാൺട്ട് പുട്ട് അപ്പ് വിത്ത് ഹെർ ഹസ്ബൻഡ് എനി ലോങ്ങർ. ഇത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് ശരിക്കും പറഞ്ഞല്ലേ. ഷീ കുഡിൻറ്റ് ഡാഷ് ടു ദി ന്യൂ സർക്കംസ്റ്റാൻസസ്. ഷീ കുഡിൻറ്റ് ഡാഷ് ടു ദി ന്യൂ സർക്കംസ്റ്റാൻസ് അല്ലേ. എന്താ പുതിയ സാഹചര്യങ്ങളോട് ആക്സീഡ്, അഡോപ്റ്റ്, അഡാപ്റ്റ് ആണ്. എങ്ങനെയാണ് വരിക? നമുക്ക് അഡാപ്റ്റ് ചെയ്യാം അല്ലേ. ഷീ കുഡിൻറ്റ് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് ആൻസർ വരിക. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദി ഗിവൺ ഇഡിയം. എ ഹാർഡ് നട്ട് ടു ക്രാക്ക്. എ ഹാർഡ് നട്ട് ടു ക്രാക്കിൻ്റെ മീനിങ് എന്തായിരിക്കും? ഹാർഡ് നട്ടിനെ ക്രാക്ക് ചെയ്യാം. സിമ്പിൾ പ്രോബ്ലം, ഇൻട്രസ്റ്റിംഗ് പ്രോബ്ലം, ഡിഫിക്കൽട്ട് പ്രോബ്ലം അല്ലേ, ക്രാക്കബിൾ സിറ്റുവേഷൻ. എന്തായിരിക്കും എൻ്റെ ആൻസർ? എ ഹാർഡ് നട്ട് ടു ക്രാക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് നമുക്ക് എന്ത് കൊടുക്കാം അല്ലേ, ഊഹിക്കാനൊക്കെ പറ്റും. എ ഡിഫിക്കൽട്ട് പ്രോബ്ലമാണത്. ഹാർഡ് നട്ട് ടു ക്രാക്ക്, പൊട്ടിക്കാൻ. റീമ റിപ്ലൈഡ് ദാറ്റ് ഷീ വുഡ് കംപ്ലീറ്റഡ് ദി വർക്ക്. വിച്ച് ഈസ് ദ ഇൻകറക്റ്റ് വേർഡ് ഇൻ ദി സെൻറ്റൻസ്? ഇൻകറക്റ്റ് വേർഡിൻ്റെ സെൻറ്റൻസ് അതാണ്. ആ സെൻറ്റൻസിലെ ഇൻകറക്റ്റ് വേർഡ് എന്തായിരിക്കും നോക്കുക. റീമ റിപ്ലൈഡ് ദാറ്റ് ഷീ വുഡ് കംപ്ലീറ്റഡ് ദ വർക്ക്. അതിലേതാണ് വരുന്നത് നമുക്ക് നോക്കാം അല്ലേ. ഷീ വുഡ് കംപ്ലീറ്റഡ് ദ അല്ലേ. വുഡ് കംപ്ലീറ്റഡ് പറയുമ്പോൾ കംപ്ലീറ്റഡ് അവിടുത്തെ എന്ത്? റോങ് സ്പെൽഡ്, റോങ് വേർഡ് അല്ലേ. കംപ്ലീറ്റഡ് നമ്മൾ സി ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ്, കംപ്ലീറ്റ് സെൻറ്റൻസ്. ഐ വുഡ് ഹാവ് ബ്രോട്ട് എ ഗിഫ്റ്റ്.
ഇഫ് ബാക്കി നോക്കുക. ഐ വുഡ് ഹാവ് ബ്രോട്ട് എ ഗിഫ്റ്റ്. വുഡ് ഹാവ് വന്നിട്ടുണ്ട് അല്ലേ. ഇഫ് കഴിഞ്ഞ് ബാക്കി എന്ത് വേണം അല്ലേ. യു കോൾഡ് മീ ഓൺ യുവർ ബർത്ത്ഡേ. യു ഹാഡ് കോൾഡ് മീ ഓൺ യുവർ ബർത്ത്ഡേ. യു വുഡ് കോൾ മീ ഓൺ യുവർ ബർത്ത്ഡേ. യു കോൾ മീ ഓൺ യുവർ ബർത്ത്ഡേ. ഐ വുഡ് ഹാവ് ബോട്ട് എ ഗിഫ്റ്റ് അല്ലേ. ഏത് ആൻസർ വരും നമുക്ക്? ഇതാണ്. യു ഹാഡ് കോൾഡ്. വുഡ് ഹാവ് എന്ന് പറയും. വുഡ് ഹാവ് ബോട്ട് വന്നപ്പോൾ ഇഫ് കഴിഞ്ഞ് നമുക്ക് എന്താ വേണം? യു ഹാഡ് കോൾഡ് അല്ലേ. ഹാഡ് കോൾഡ് മീ ഓൺ യുവർ ബർത്ത്ഡേ. നെക്സ്റ്റ് സെലക്ട് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ഐ ഓഫൺ കം ഹോം ലേറ്റ്. ഐ ഓഫൺ കം ഹോം ലേറ്റ്. ക്വസ്റ്റ്യൻ ടാഗ് ചേർക്കുക അല്ലേ. ഓഫൺ കം ഹോം ലേറ്റ്. കം അപ്പോൾ എന്താ വരിക? കം അല്ലേ. സാധാരണ ഇത് വരുന്നുണ്ട്. അപ്പോൾ എന്താണ്? ഡോണ്ട് ഐ. ഡോണ്ട് ഐ എന്നാണ് വരിക അല്ലേ. കം ഡൂവിൻ്റെ ഫോമാണ്. നോട്ട് അവിടെ ഇല്ല, ഇവിടെ ഐ ഉണ്ട് അല്ലേ. അങ്ങനെ ഡോണ്ട് ഐ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓപ്ഷൻസ് ആർ മോസ്റ്റ് സിമിലർ ഇൻ മീനിങ് ടു ദി വേർഡ് പെൻസീവ്ലി. പെൻസീവ്ലിയുടെ സിമിലർ വേർഡ് എന്താ, സിനോണിം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് എന്ത് പറയാം എൻ്റെ ആൻസർ അല്ലേ. എന്തായിരിക്കും അത്? ഓപ്ഷൻ ബി ആണ് എൻ്റെ ആൻസർ. 1ഉം 2ഉം 4ഉം വരില്ലേ. സ്പെക്കുലേറ്റീവ്, റൂമിനേറ്റീവ്, അതുപോലെ തോട്ട്ഫുള്ളും അതിൻ്റെ ആൻസർ സിനോണിമായിട്ട് വരുന്നുണ്ട്. സ്പെക്കുലേറ്റീവും റൂമിനേറ്റീവും തോട്ട്ഫുൾ അതൊക്കെ നമുക്ക് കുറച്ചൊന്ന് ആലോചിക്കണം, കിട്ടണം അല്ലേ. ഓക്കെ. നെക്സ്റ്റ് മലയാളം. ക്രമമനുസരിച്ച് എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ക്രമമനുസരിച്ച് അർത്ഥം വരുന്ന പദം എന്താണ്? ക്രമമനുസരിച്ച് അതിക്രമമുണ്ട്, ക്രമരഹിതമുണ്ട്, അനുക്രമം, അക്രമം അല്ലേ. ഇതിന് ആൻസർ എന്താണ് വരിക? ആൻസർ ഓപ്ഷൻ സി ആണ്. 3 മാത്രമാണ് ശരി. 3 മാത്രമാണ് ശരി അല്ലേ. അനുക്രമമാണ് എൻ്റെ ആൻസർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം കണ്ടെത്തുക. സ്കൂളിൽ മരിച്ച മാനേജരെ അനുശോചിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും സമ്മേളിച്ചു പ്രമേയം പാസ്സാക്കി. സമർത്ഥരായ കുട്ടികൾ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നേടുന്നു. അധ്യാപകൻ പഠിക്കാത്തതിന് വിദ്യാർത്ഥിയെ ശിക്ഷിച്ചു. ഇതിൽ ഏതൊക്കെയാണ് ശരിയായ വാക്യം അല്ലേ? ശരിയായ വാക്യം ഏതാ? സമർത്ഥരായ കുട്ടികൾ ആണോ? ശരിയായ വാക്യം ഏതാ വരിക? 2 മാത്രം ശരി. ഓക്കെ. കയ്യക്ഷരം എന്ന പദം പിരിച്ചെഴുതിയാൽ, കയ്യക്ഷരം എങ്ങനെ പിരിച്ചെഴുതാൻ പറ്റും? കയ്യക്ഷരം എന്ന പദം പിരിച്ചെഴുതിയാൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ? കൈ പ്ലസ് അക്ഷരമാണ് കയ്യക്ഷരം. നിഘണ്ടുവിൽ കാണുന്നത് പോലെ ക്രമപ്പെടുത്തിയ കൂട്ടം ഏതാണ്? നിഘണ്ടുവിൽ കാണുന്നത് പോലെ ക്രമപ്പെടുത്തിയ കൂട്ടം ഏതാണ്? നമുക്ക് 2 മാത്രം നോക്കാം. ചക്രവാദം, ഇതാണ് ചക്രശ്വാസം, ചക്രവാളം അല്ലേ. ക്രമപ്പെടുത്തിയതാണ്. ഓക്കെ. ശരിയായ പദം കണ്ടെത്തുക. ശരിയായ പദം കണ്ടെത്തുക. അസ്തമയം ഏതാണ് അല്ലേ. അസ്തമനം ഏതാണ്? നമുക്ക് അസ്തമയം അല്ലേ. അസ്തമയമൊക്കെ നമുക്ക് എഴുതാൻ അറിയാം. അസ്തമയം. സെക്കൻഡ് ലാംഗ്വേജ് മലയാളമൊക്കെ എടുത്തവർക്ക് ഈസിയാവും. നെക്സ്റ്റ് യഥാശക്തി എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏതാണ്? യഥാശക്തി എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല്. പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തം കൊളുത്തിപ്പട. ജനക്കത്തൂർ പൂരം തനിക്കൊത്തവണ്ണം. പണം കൊണ്ടെറിഞ്ഞാലേ പണത്തിൽ കൊള്ളൂ. കൂത്തുപാതി പിള്ളപാതി എന്നൊക്കെ. അപ്പോൾ യഥാശക്തി എന്നർത്ഥം വരുന്ന എന്താണ്? നമുക്ക് 2 മാത്രമാണ്. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ജനക്കത്തൂർ പൂരം തനിക്കൊത്തവണ്ണം. യഥാശക്തി. ഈ ദൃശ്യം എന്ന പദത്തിൻ്റെ വിപരീത പദം. ഈ ദൃശ്യം എന്ന പദത്തിൻ്റെ വിപരീത പദം എന്താണ്? ആൻസർ എന്താണ് നമുക്ക് വരിക? ഓപ്ഷൻ എ ആണ്. 3 മാത്രമാണ് ശരി. സദൃശ്യം. സൂര്യൻ എന്ന പദത്തിൻ്റെ പര്യായം അല്ലാത്തത് ഏതാണ്? ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. 4 മാത്രം. ഓക്കെ. നെക്സ്റ്റ് വൺ. അടയുടെ ഉള്ളിലൊരു പെരുമ്പട എന്ന കടങ്കഥ അർത്ഥമാക്കുന്ന എന്തിനെയാണ്? അടയുടെ ഉള്ളിലൊരു പെരുമ്പട ഏതായിരിക്കണം? ആൻസർ നമുക്ക് സി ആണ് വന്നേക്കുന്നത്. സി എന്ന് പറയുമ്പോൾ 2 മാത്രമാണ് ശരി. സി എന്ന് പറയുമ്പോൾ. രണ്ടാമത്തത് തേനീച്ചക്കൂടിനെയാണ് അല്ലേ. അടയുടെ ഉള്ളിലൊരു പെരുമ്പട. അല്ലേ. അടയ്ക്കകത്തുള്ള വലിയ പെരുമ്പട. തേനീച്ചക്കൂട് കൂട്ടിയിരിക്കുന്നു. ഓക്കെ. തെറ്റായ തർജ്ജിമ ഏതാണ്? ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദി ഫാമിലി, കൂട്ടത്തിൽ കൊള്ളാത്തവൻ. കിക്ക് ദ ബക്കറ്റ്, മരണപ്പെട്ടു. 11th ഫ്ലോർ, 11 മണി. അവർ 11 മണി. 11th അവർ. റെഡ് ടേപ്പ്, ചുവപ്പ് നാട. തെറ്റായ തർജ്ജിമ ഇതിലേതാണ്? തെറ്റായ തർജ്ജിമ എന്ന് പറയുമ്പോൾ ഇതിൽ ഏതായിരുന്നു? എന്താണ് നമുക്ക് 1 മാത്രം. ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദി ഫാമിലി, അതാണ് തെറ്റ്.
നെക്സ്റ്റ്, കേരളം രൂപീകൃതമായ ശേഷം പ്രവർത്തനം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏതാണ്? 81 ഓപ്ഷൻ ബി ആണ്. നമുക്ക് ഇപ്പോൾ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ സീരീസാണ്. നമുക്കിത് ഇതാണ് മറ്റേതിലേക്കുള്ള പോലീസ് സെക്ഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കത് ഇപ്പോൾ ഒഴിവാക്കാം. സോ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് മീ.